ചരിത്രം ചിലരെ അടയാളപ്പെടുത്തുന്നത് അവർ അഭിനയിക്കുന്ന പദവികൾ കൊണ്ടല്ല, നിർണായക നിമിഷങ്ങളിൽ അവർ പുലർത്തിയ മൗനവും വിട്ടുവീഴ്ചകളും കൊണ്ടാണ്. ഡൽഹിയിലെ ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾക്കായി ഒരു സമുദായത്തെ മൊത്തമായി വിൽക്കാൻ ഇറങ്ങിയത് ആരാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് സ്വയം പ്രഖ്യാപിത ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാനാകില്ല, മുസ്ലിയാരെ, താങ്കൾ ഏത് ഇന്ത്യയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? താങ്കൾ കണ്ട സുരക്ഷിതത്വം സ്വന്തം വീടിന് മുകളിൽ ബുൾഡോസർ കയറി ഇറങ്ങുമ്പോൾ നിലവിളിക്കുന്ന ഉത്തരേന്ത്യൻ മുസ്ലിമിൻ്റെതാണോ? അതോ അസമിലെ മണ്ണിൽ പൗരത്വമില്ലാതെ വോട്ടവകാശമില്ലാതെ ആട്ടിയോടിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടേതോ? ന്യൂഡൽഹിയിലെ സിംഹാസനത്തിന് മുന്നിൽ നട്ടെല്ല് വളച്ചു നിൽക്കുമ്പോൾ താങ്കൾ മറന്നുപോയത് ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെയാണ്. ഭരണകൂടം നൽകുന്ന പ്രശംസകൾക്ക് വേണ്ടി സ്വന്തം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഈ നിലപാട് ഒറ്റുകാരൻ എന്ന വിളിപ്പേരിനപ്പുറം മറ്റെന്താണ് അർഹിക്കുന്നത്? കോടതി വിധികൾ പോലും കാത്തുനിൽക്കാതെ ഒരു ജനതയുടെ അധ്വാനത്തിനുമേൽ മണ്ണ് മൂടുന്ന ബുൾഡോസർ രാജ് ഒരു സുരക്ഷിതത്വത്തിന്റെ ലക്ഷണമാണോ? അസമിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പരസ്യമായി നടക്കുന്ന വംശഹത്യ ആഹ്വാനങ്ങൾ, പ്രവണതകൾ താങ്കൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ആസൂത്രിതമായി നടക്കുന്ന വോട്ട് വെട്ടലുകൾ രാഷ്ട്രീയമായ അടിച്ചമർത്തലല്ലെങ്കിൽ പിന്നെന്താണ്? ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, എന്തിന് ആരാധനാലയങ്ങളുടെ പേരിൽ പോലും വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ കണ്ണീർ കാണാതെ എല്ലാം ശുഭമാണ് എന്ന് പറയുന്നത് ആരെ വെള്ളപൂശാനാണ്? ഗുജറാത്ത് മുതൽ മണിപ്പൂർ വരെ പടരുന്ന വിദ്വേഷത്തിന്റെ കനലുകൾക്ക് മുകളിൽ ചവിട്ടി നിന്നാണോ താങ്കൾ സുരക്ഷിതത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത്? ആത്മീയ നേതാക്കൾ ഭരണകൂടത്തിന് വിടുപണി ചെയ്യുമ്പോഴല്ല, മറിച്ച് അനീതിക്കെതിരെ വിരൽ ചൂണ്ടി ഉറച്ച നിലപാടെടുക്കുമ്പോഴാണ് ഒരു സമുദായം യഥാർത്ഥത്തിൽ സുരക്ഷിതമാകുന്നത്. രാജ്യ പുരോഗതിക്കായി കൈകോർക്കാം എന്ന് പറയുമ്പോൾ ആ കൈകളിൽ നീതിയുടെയും തുല്യതയുടെയും കരുത്തുണ്ടാകണം. അല്ലാതെ അടിച്ചമർത്തപ്പെട്ടവരുടെ കണ്ണീരിന് മുകളിൽ കെട്ടിപ്പൊക്കുന്ന പുരോഗതി ആർക്ക് വേണ്ടിയാണ്? കാന്തപുരം മുസ്ലിയാരെ, ചരിത്രം താങ്കളെ അടയാളപ്പെടുത്തുക നീതിക്ക് വേണ്ടി നിലകൊണ്ട നേതാവായിട്ടല്ല, മറിച്ച് അധികാരത്തിന്റെ ഇടനാഴികളിൽ സ്വന്തം ജനതയെ അടിയറവ് വെച്ച ഒരാളായിട്ടായിരിക്കും.